ശാലിനിയൽ ഹോം ഗാർഡൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ എപ്പീഷ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എപ്പീഷ്യൻ്റെ കുറച്ച് വെറൈറ്റികളുണ്ട്, അത് കാണിക്കാമെന്ന് വെച്ചു. ഇതാ ആദ്യത്തെ പ്ലാന്റ് ഇത് ഡാർക്കാണ്. ഇത് എത്ര ബുഷായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാ ഇത്രയും നല്ല പ്ലാന്റാണ്. അതിൻ്റെ എന്താണ് പറയുക, അതിൻ്റെ ഇലകളാണോ ഭംഗി, ഇതിൻ്റെ പൂക്കൾക്കാണോ ഭംഗി എന്ന് ചോദിച്ചാൽ എന്താ പറയുക, ഒന്നിനൊന്ന് മെച്ചമുള്ള വെറൈറ്റിയാണിത്. ഇത് നല്ല ഡാർക്കാണ്. ഇതിൻ്റെ ലീഫ് ഇതാ നല്ല ചുമന്ന പൂക്കളും. പിന്നെ അടുത്തത് ഇതാ അതേ ഡാർക്ക് ലീഫാണ്. അതിൻ്റെ എല്ലാ ലീഫിനെ വെച്ചിട്ട് കുറച്ചൊരു മിനുസമുണ്ട് ഇതിന്. കുറച്ച് നല്ലൊരു തിളക്കമുള്ള ലീഫാണ്. അതിൽ നല്ല ഡാർക്ക് പോവും. നല്ല ഭംഗിയായി കാണാതെ നല്ല എന്താ പറയുക, ഇത് കുറേ ഷൂട്ടൊക്കെ വന്ന് ഒരു നല്ല ചട്ടിയിൽ മാറ്റി വെച്ചാൽ നല്ല ഭംഗിയായിട്ട് നല്ല കാണാൻ മനോഹരമായിരിക്കും. നല്ല പ്ലാന്റാണത്. ഇത് നമ്മൾ സെയിലിന് വെച്ച പ്ലാന്റുകളാണ്. അങ്ങനെ അടുത്ത് മഞ്ഞയാണ്. ഇതിൽ മഞ്ഞ പൂക്കൾ വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ ലീഫ് എന്തൊരു നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ലീഫിനൊരു പ്രത്യേക തരമാണ്. മഞ്ഞൻ്റെ ലീഫിന് മാത്രം ഒരു പ്രത്യേകതയാണ്. ഒരു നല്ല തിളക്കം, ഒരു നല്ല പച്ചയ്ക്ക് നല്ല ഭംഗിയുള്ളതാണ്. ഇത് അതുപോലെ തന്നെയാണ്. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വരുന്ന ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റാണിത്. ഇത് നമ്മുടെ നോർമലാണ്, ചുമപ്പ്. ഇതും അതുപോലെ തന്നെയാണ്. നല്ല ചുമപ്പും അതിൻ്റെ നല്ല പച്ചയും ഈ ചുമപ്പ് പൂക്കളും നല്ല സെറ്റല്ല ഇത്. അടുത്തത് ഇത് ഒരു വെൽവെറ്റ് ഷെയ്ഡാണ് ഇതിനുള്ളത്. അതിൽ നല്ല പിങ്ക് ഫ്ലവറും നല്ല ഭംഗിയാണിത്. ഇത്ര ബുഷായിട്ട് വന്ന് നിൽക്കുന്ന പ്ലാന്റാണിത്. ഒരു കെയറിങ്, വലിയ കെയറിങ് ഒന്നും വേണ്ട, ഒരുപാട് വെള്ളം വേണ്ട, നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഇല്ല. ഇതിന് നമുക്ക് അത്യാവശ്യം മാത്രമേ ഉള്ളൂ. അത് വെള്ളം കൊടുക്കാണ്ട് നോക്കിയാൽ തന്നെ അത് പാതിയാവും. അടുത്തത് ഇത് ഈ കളറാണെങ്കിൽ ഇതിനൊരു ഡാർക്ക് കളറുണ്ട്. ഒരു ഗ്രീനിൽ നല്ല ഡാർക്ക് കളറാണ്. അതിൽ നല്ലൊരു പിങ്ക് ഫ്ലവറാണ്. നല്ല ഭംഗിയാണ്. ഇതിൽ ഓരോ കളറും ഓരോ വിധത്തിലാണുള്ളത്. ഇത് ഇങ്ങനെയുള്ള പ്ലാന്റൊക്കെയാണ് നമ്മൾ തരിക. നമ്മൾ കട്ടിങ്സ് ഒന്നും പടുത്ത ചിലപ്പോൾ ശരിയാവില്ല കൊടുത്താൽ. അതുകൊണ്ട് ഇത്രയും നല്ല പ്ലാന്റ്സ് ആക്കിയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. പൂക്കളൊക്കെ വന്ന് ഷൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല പ്ലാന്റാണ് തരിക. അടുത്തത് ഇതൊരു പൂക്കളാണ്. ഇതൊരു എന്താ പറയുക, ഇല എന്താ ഭംഗി, നല്ല ഡാർക്കാണ്. അതിൽ നല്ലൊരു വൈറ്റ്, ഓഫ് വൈറ്റ് അങ്ങനെയല്ലേ പറയുക അതിന്. ഇത്രയും നല്ല ഇലകളും നല്ല ചുമന്ന പൂക്കളാണ്. വൈകുന്നേരമായപ്പോൾ പൂക്കളൊക്കെ വാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും നല്ല പ്ലാന്റാണ് ഇത്. നമുക്ക് ഇതിങ്ങനെ വച്ചാൽ മതി. അതിങ്ങനെ ഇതിൻ്റെ ഈ കട്ടിങ്സ് ഇതിങ്ങനെ മുറിച്ചിട്ടാണ് നമ്മൾ പിടിപ്പിക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചട്ടിയിൽ ബുഷായിട്ട് നമുക്ക് വെച്ചാലും ആയിരിക്കും. ഇതുപോലെ നല്ല ഹാങ്ങിങ് ആയിട്ടും നമുക്ക് ഈ എപ്പീഷ്യ വെച്ച് പിടിപ്പിക്കാം. ഇത് നല്ലൊരു പോട്ടിങ്സാണ് നമുക്ക് ശരിക്കും വേണ്ടത്. മണ്ണ് കുറവ് മതി. മണൽ, ചാണകപ്പൊടി, കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പോസ്റ്റ്, പെർലറ്റ് ഒക്കെ ചേർക്കുക. എന്താ പറയുക, മണ്ണ് ഇളക്കം വരാൻ വേണ്ടിയിട്ടാണ്. നമുക്കത് ചേർത്തിട്ട് ഇതിനൊന്ന് നട്ട് കൊടുത്താൽ മതി. ചട്ടി നിറഞ്ഞ് വരും. അതിന് എന്താ പറയുക, നല്ല ഡ്രൈനേജുള്ള നല്ലൊരു ഹോളിട്ട ചട്ടിയിലാണ് ഈ പ്ലാന്റ്സ് വെക്കേണ്ടത്. നട്ട് കൊടുത്താൽ നമുക്ക് പിന്നെ വെള്ളം ഒന്ന് നോക്കിയിട്ട് ഇതുപോലെ എന്താ പറയുക, ഇങ്ങനെ ഒന്നായിട്ട് നല്ല ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ ആവുന്നത് വരെ അങ്ങനെ ആയിട്ട് മതി. നമ്മൾ പിന്നെ ഒരു ഗ്ലാസ്സിലെടുത്ത്, നമ്മൾ വലിയ ഓസിലൊന്നും നനയ്ക്കാൻ പാടില്ല. ഒരു ഗ്ലാസ്സിലെടുത്ത് ചെറുതായിട്ട് തന്നെ ചുറ്റുമൊന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. വേറെ കൂടുതലൊന്നും നമുക്കിതിന് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ എന്താണ്, പച്ച ചാണകവും കടലപ്പിണ്ണാക്കും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം പുളിപ്പിച്ചിട്ട് ഒരു 5-6 ദിവസം വെച്ച് നല്ല പുളി വരുമ്പോൾ അതിനൊരു കപ്പ് എടുത്ത് നല്ലോണം നേർപ്പിച്ചിട്ട് നല്ല ഉണങ്ങുമ്പോൾ ഈ ചെടി നന്നായിട്ട് എൻ്റെ സോയിൽ ഒന്ന് ഉണങ്ങുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നല്ല പുതിയതായിട്ട് നിറയെ ഷൂട്ട് വരാനും ചെടികൾക്ക് നല്ല ഭംഗിയും പൂക്കൾക്ക് നല്ല ഭംഗിയും വരാനും ഉപകാരമാവും. അപ്പോൾ ഈ എപ്പീഷ്യൻ്റെ പിന്നെ ഒരു ഫംഗിസൈഡ് അടിക്കുക. ചിലപ്പോൾ അത് നമ്മൾ ചീഞ്ഞു പോകും അങ്ങനെ തോന്നുമ്പോൾ നമുക്ക് അടിക്കുക. ഫംഗിസൈഡൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അടിയിൽ ഒഴിച്ചു കൊടുക്കുക, അതിന് താഴെ ഒഴിച്ചു കൊടുക്കുക. അതിനുണ്ടാകുന്ന അസുഖങ്ങളൊന്നും വരില്ല, പക്ഷേ അതിനുണ്ടാകുന്ന ഒരു നല്ല ഉപകാരമായിരിക്കും. പിന്നെ ഇത്രയാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എപ്പീഷ്യ സ്നേഹിക്കുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.